മാ ഇന്നെന്താ ഇതാരിപ്പൊടി ഇന്നെന്താ ഈ ശർക്കര എന്തെടുക്കാമോ ശർക്കര അരിച്ച് വെച്ചേക്കണം. എന്തിന്? അലുവ ഉണ്ടാക്കാൻ. അലുവേ? ആ അലുവ ഉണ്ടാക്കാമോ? ആ ചെയ്ത് നോക്കാം. അരിയിടാം, അരിപ്പൊടിയുടെ അലുവ അറിയാവോ? പിന്നെ എനിക്കറിയാം. എന്താ അത് ഇതിൻ്റെ അകത്തിട്ട് പൊടിക്കകത്തിട്ട് അലിപ്പിക്കാൻ പോവും. ഇതാ കുഴക്കാൻ പോവും. ശർക്കരയാണത്? ആ ഇത് ശർക്കര. ശർക്കര ഇതിൻ്റെ അകത്ത് ഈ പൊടി ഇടുക. ഓ ഇത് ഇച്ചിരി ചെയ്യണുള്ളൂ, ഒരുപാടൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഇത് കുറുകി വരണം. കുറുകി വന്നു കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം, അത് സെറ്റാകാൻ. എന്നിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ആ വെളിച്ചെണ്ണ ഊറി വന്നവരെ വെളിച്ചെണ്ണ ഊറ്റിയെടുക്കണം. അമ്മ ഇന്ന് ഇളകുന്നത് എന്തിനാ? എണ്ണയാണ് വെളിച്ചെണ്ണ. നീ എണ്ണ ഒഴിക്കണം. പിന്നെ എണ്ണ വേണം, കുറെ ഒഴിക്കണം. എണ്ണ ഇത് ഇതാ വേണ്ടേ, മൂക്കണ്ടേ? ആ ഇപ്പം ആയില്ലേ? പിന്നെ അലുവയുടെ ഭാവമായിട്ടുണ്ട്. ആ ഓ ഇതുപോലെ വരണം അല്ലേ? അപ്പോൾ കുറേ നേരം ഇട്ട് ഇളക്കണമല്ലോ. പിന്നല്ലാതെ വെള്ളം പറ്റണവരെയും ഇത് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരുന്നവരെ, എണ്ണയിൽ ഉരുണ്ട് ഉരുണ്ട് വരുന്നവരെ ഇളക്കണം. അപ്പോൾ എണ്ണ ഊറി വരും. അപ്പോൾ അലുവ ആയി. ഇനി ഒരു പാത്രത്തിലിട്ട് പരത്തി അലുവയായിട്ട് മുറിച്ചെടുക്കണം. ശരി. ഓംബ്ര ടുഡേ സ്പെഷ്യൽ അലുവ. എണ്ണയാണ്? ആ എണ്ണ ഊറിയെടുക്കുന്നുണ്ട്. എണ്ണ ഊറ്റിയെടുക്കണം. അലുവ റെഡി. കശുവണ്ടിയും മുന്തിരിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഞങ്ങൾ വെറുതെ ഒന്ന് സേഫ്റ്റി ഉണ്ടാക്കിയതാണ്. ഓ ഓക്കെ. അലുവ അലുവ തന്നെയായി. ഓക്കെ. കശുവണ്ടിയും മുന്തിരിയൊന്നും ഇട്ടില്ലെന്നേ ഉള്ളൂ.